കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നിയോഗവും ദൗത്യവും എന്ന ഒരു വിഷയമാണ്. ദ ഗ്രേറ്റ് കമ്മീഷൻ ആൻഡ് മിഷൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ വലിയ നിയോഗം നാം കാണുന്നത്. ഒരു സംഭവ കഥ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നത്തെ നൂതന നാവിഗേഷൻ സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ്, തുടർച്ചയായി കപ്പൽ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു കടൽ തീരത്ത് അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. സ്റ്റേഷൻ എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു ചെറിയ കുടിലാണ്. അവർക്ക് ഒരു ബോട്ട് മാത്രമേ രക്ഷാപ്രവർത്തനങ്ങൾക്കായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അർപ്പണബോധമുള്ള കുറച്ച് അംഗങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവർ നിരന്തരം കടലിനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഒരു കപ്പൽ അപകടത്തെക്കുറിച്ച് സൂചന ലഭിച്ചാൽ ഉടൻ തന്നെ അവർ അപകടത്തിൽപ്പെട്ടവരെ അന്വേഷിച്ച് പുറപ്പെടുക പതിവായിരുന്നു. അങ്ങനെ ഈ സ്റ്റേഷന്റെ പ്രവർത്തനം മുഖാന്തരം നിരവധി ജീവൻ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടവരിൽ ചിലരും അവിടെ ചുറ്റുപാടുമുണ്ടായിരുന്ന ജനങ്ങളിൽ താല്പര്യമുള്ള ചില ആളുകളും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഇവരുടെ പ്രവർത്തനങ്ങൾ കുറെ സജീവമാക്കുവാൻ ആഗ്രഹിച്ചു. അവരോടൊപ്പം ചേരുവാൻ അവരിഷ്ടപ്പെട്ടു. അങ്ങനെ അവരെ പിന്തുണച്ചുകൊണ്ട് അവരുടെ സമയവും പണവും പരിശ്രമവും ഒക്കെ അവർ നൽകുവാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ അവർക്ക് പുതിയ ചില ലൈഫ് ബോട്ടുകൾ വാങ്ങേണ്ടി വന്നു. പുതിയ അംഗങ്ങൾക്ക് ജീവൻ രക്ഷാ പ്രവർത്തനത്തിലുള്ള പരിശീലനം നൽകുവാനായിട്ടും അവർക്ക് ഇടയായി. അങ്ങനെ സാമ്പത്തിക സഹായം ഒക്കെ വർദ്ധിച്ചു വന്നപ്പോൾ ആ സ്റ്റേഷന് വേണ്ടി ഈ ചെറിയ കുടിലിന് പകരം ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കേണ്ടത് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ആ കെട്ടിടത്തിൽ എല്ലാവിധമായ സൗകര്യങ്ങളും ഒക്കെ അവർ ക്രമീകരിച്ചു. ഇപ്പോൾ അതിലെ അംഗങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഈ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിന് ഉള്ള താല്പര്യം കുറഞ്ഞു വന്നു. അതിന് കാരണം അത് അവർക്ക് വളരെ അസൗകര്യമായി ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് അവർ കുറച്ച് ലൈഫ് ഗാർഡുകളെ ശമ്പളത്തിന് നിയോഗിച്ചു. മറ്റുള്ള ആളുകൾ ആ കെട്ടിടത്തിൽ വന്ന് അവരുടെ വിശ്രമ സമയങ്ങൾ ചെലവഴിക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ക്രമേണ അതൊരു ബോട്ട് ക്ലബ്ബായിട്ട് മാറി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ അംഗങ്ങൾക്കിടയിൽ ഒരു വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അംഗങ്ങളിൽ മിക്കവരും ഈ ജീവൻ രക്ഷാ പ്രവർത്തനം നിർത്തിവെക്കണം എന്നാഗ്രഹിച്ചു. കാരണം ഇത് അവർക്ക് അസുഖകരമായ ഒരു പ്രവർത്തനമായിട്ട് മാറി. അവരുടെ സാധാരണ സാമൂഹിക ജീവിതത്തിന് തടസ്സമാണ്, വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉളവാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില വാദങ്ങൾ അവർ ഉന്നയിക്കുവാനായിട്ട് ആരംഭിച്ചു. എന്നാൽ ആ കൂട്ടത്തിൽ ചില അംഗങ്ങൾ അവരെ സ്വയം ലൈഫ് സേവിംഗ് സ്റ്റേഷൻ എന്ന് വിശേഷിപ്പിക്കുകയും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം, അതിനുവേണ്ടിയാണ് ഈ സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തു. കപ്പൽ അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് അവർ എടുത്തു പറഞ്ഞു. കപ്പൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുവാൻ പോകേണ്ടി വന്നാൽ തങ്ങൾ പോകാമെന്ന് അവർ പ്രതിജ്ഞ എടുത്തു. എന്നാൽ വോട്ടിങ്ങിൽ അവർ പരാജയപ്പെടുകയും അവർ മറ്റുള്ളവരിൽ നിന്ന് വേർപിരിഞ്ഞ് അതേ കടൽ തീരത്ത് കുറെ കൂടെ താഴേക്ക് മാറി യഥാർത്ഥമായി ജീവൻ രക്ഷിക്കാനുള്ള പുതിയൊരു ലൈഫ് സേവിംഗ് സ്റ്റേഷൻ ആരംഭിക്കുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. പഴയ ലൈഫ് സേവിംഗ് സ്റ്റേഷനിൽ സംഭവിച്ച അതേ മാറ്റങ്ങൾ പുതിയ സ്റ്റേഷനിൽ അനുഭവപ്പെടുകയും അതും ഒരു ക്ലബ്ബായി പരിണമിക്കുകയും ചെയ്തു. അവിടെ നിന്നും ചുരുക്കം ചില ആളുകൾ പിരിഞ്ഞുപോയി. അങ്ങനെ പഴയ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ തങ്ങളുടെ സ്റ്റേഷന്റെ പ്രാഥമിക ഉദ്ദേശം ക്ലബ് അംഗങ്ങളിൽ മിക്കവരും മറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ കഥ പറയാനായിട്ടുള്ള കാരണം ഇന്നത്തെ ക്രൈസ്തവരുടെ സ്ഥിതി ഏതാണ്ട് ഇതുപോലെയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 2020 വർഷം മുൻപ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് ഒരു ആജ്ഞ നൽകി.
സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇത് ക്രിസ്തുവിന്റെ അനുയായികൾക്കുള്ള ഒരു ആജ്ഞയായിരുന്നു. നൂറ്റാണ്ടുകളായി നാം ഇതിനെ ഗ്രേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ വലിയ നിയോഗം എന്ന് വിളിക്കുന്നു. ദ ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എവർ ഗ്രീൻ ആൻഡ് എവർ ഡിമാൻഡിങ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്തായ നിയോഗം നിത്യഹരിതവും എപ്പോഴും പ്രസക്തവുമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പന ഇതാണ്: പോകുക. കാലത്തും അകാലത്തും നാം പോകുമെന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു. നമുക്ക് സൗകര്യപ്രദമോ അസൗകര്യപ്രദമോ സുഖകരമോ അസുഖകരമോ എന്തായിരുന്നാലും നാം അവന്റെ കൽപ്പന അനുസരിക്കുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നമുക്കിന്ന് നമ്മുടെ മുമ്പിലുള്ള ഓട്ടം ഓടി തികയ്ക്കാനും അവന് വേണ്ടി വലിയ നേട്ടമുണ്ടാക്കാനും ദൈവം നമ്മെ ക്ഷണിക്കുന്നു. എന്നാൽ നാം ഇതിനോട് വിശ്വസ്തത ആചരിക്കുന്നുവോ എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കണം. The Great Commission recorded in Matthew chapter 28 verses 18 to 20 gives 3 features such as God has all authority, He is the God of all nations, and He is always present or omnipresent. ഇവിടെ നൽകിയിരിക്കുന്ന ഈ വലിയ നിയോഗം 3 സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ്. ദൈവത്തിന് എല്ലാ അധികാരവുമുണ്ട്. അവൻ എല്ലാ ജനതകളുടെയും ദൈവമാണ്. അവൻ എല്ലായ്പ്പോഴും നമ്മോടൊപ്പം സന്നിഹിതനാണ്. അവൻ സർവ്വവ്യാപിയാണ് എന്നതാണ് ഈ 3 വസ്തുതകൾ. It also reminds us of the new power of the disciples through which they had new perspectives in their lives and led them to establish church through new presentations. ശിഷ്യന്മാർക്ക് ലഭിച്ച പുതിയ ശക്തിയെക്കുറിച്ചും അതിലൂടെ അവർക്ക് ലഭിച്ച പുതിയ കാഴ്ചപ്പാടുകളെക്കുറിച്ചും അതവരെ നയിച്ച പുതിയ സഭാസ്ഥാപന രീതികളെക്കുറിച്ചും ഈ ഭാഗം വ്യക്തമാക്കുന്നു. ഈ ഭാഗത്തിലെ ആദ്യത്തെ കാര്യം ന്യൂ പവർ, പുതിയ ശക്തി എന്താണ് എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. യേശുക്രിസ്തുവിന്റെ ശക്തിയും അധികാരവും വ്യക്തമാക്കാൻ സുവിശേഷ എഴുത്തുകാർ ഡുനാമിസ്, എക്സൂസിയ എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നു. E.M. Zer എന്ന വേദപണ്ഡിതൻ ഇപ്രകാരം പറയുന്നു: The first word dunamis means strength, ability, power, inherent power, power residing in a thing under its nature. ഡുനാമിസ് എന്ന ആദ്യ വാക്കിന്റെ അർത്ഥം ശക്തി, കഴിവ്, അന്തർലീനമായ ശക്തി, ഒരു വസ്തുവിന് അതിൽ തന്നെയുള്ള സ്വാഭാവികമായ ശക്തി എന്നൊക്കെയാണ്. The second word exousia means power of choice, liberty of doing as one pleases, leave or permission. എക്സൂസിയ എന്ന രണ്ടാമത്തെ വാക്കിന്റെ അർത്ഥം തിരഞ്ഞെടുക്കാനുള്ള ശക്തി, ഇഷ്ടാനുസരണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അനുമതി എന്നൊക്കെയാണ്. The first is personal strength or ability, whereas the second is the right or privilege bestowed on one. ഒന്നാമത്തേത് വ്യക്തിപരമായ ശക്തി അല്ലെങ്കിൽ കഴിവ്. രണ്ടാമത്തേത് ഒരാൾക്ക് നൽകുന്ന അവകാശമോ പദവിയോ ആണ്. ക്രൈസ്റ്റ് റെഫേഴ്സ് ദി അതോറിറ്റി ആസ് അബ്സല്യൂട്ട് പവർ. ക്രിസ്തു തന്റെ അധികാരത്തെ ആത്യന്തിക ശക്തിയായി ഇവിടെ പരാമർശിക്കുന്നു. ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് ഓൺ എർത്ത്. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും. ഇറ്റ് ഈസ് നോട്ട് ദ പവർ ഓൺ ദി എർത്ത് ഓർ ദി ഇൻഹാബിറ്റഡ് ഗ്ലോബ്, ബട്ട് ഓൺ മാർവലസ് സെലസ്റ്റിയൽ തിങ്സ്. Power over all Milky Ways and creations of God. ഭൂമിയിലോ ജലവാസമുള്ള ലോകത്തിലോ മാത്രം ഉള്ള ഒരു ശക്തിയല്ല, മറിച്ച് അതിശയകരമായ സകല ആകാശഗോളങ്ങളുടെ മേലും ഗാലക്സികളുടെ മേലും സൗരയൂഥത്തിന്റെ മേലും ദൈവത്തിന്റെ സകല സൃഷ്ടികളുടെ മേലും അഥവാ ഈ സകല പ്രപഞ്ചത്തിന്റെ മേലുമുള്ള അധികാരമായിട്ടാണ് യേശു അത് സൂചിപ്പിച്ചിരിക്കുന്നത്. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങൾ നാം അങ്ങനെയാണ് വായിക്കുന്നത്. സങ്കീർത്തനം 8-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴെയാക്കിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ മേൽ മുഴുവനുമുള്ള അധികാരം ക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്നു. എല്ലാ അധികാരികൾക്കും മേൽ, ഇരുട്ടിന്റെ എല്ലാ ശക്തികൾക്കും മേൽ, തിന്മയുടെ സകല ശക്തികൾക്കും മേൽ, സ്വർഗീയ മണ്ഡലങ്ങൾക്കും മേൽ അധികാരം ഇപ്പോൾ ക്രിസ്തുവിനാണ്. യേശു തനിക്ക് നൽകിയിട്ടുള്ള ആ മഹത്തായ അധികാരത്തെക്കുറിച്ച് ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുകയാണല്ലോ. അവിടെ സാത്താൻ പറയുന്നു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ ഭൂമിയും ഇതിന്റെ സകല മഹത്വവും ഞാൻ നിനക്ക് തരാം. ഞാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ അധികാരം നൽകുവാൻ എനിക്ക് കഴിയും എന്ന് സാത്താൻ യേശുവിനോട് പറയുകയാണ്. അവിടെ സാത്താൻ യേശുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അധികാരവും ആഡംബരവും നേടാൻ കുറുക്ക് വഴി ഉപയോഗിക്കാനായിട്ട് യേശുവിനെ പ്രേരിപ്പിക്കുകയായിരുന്നു. യേശു പക്ഷേ അത് വിശ്വസിച്ചില്ല. ദൈവത്തിലുള്ള സമ്പൂർണമായ സമർപ്പണത്തിൽ കൂടെ, ദൈവത്തോടുള്ള തന്റെ ബന്ധത്തിൽ കൂടെ, ആശ്രയ ജീവിതത്തിൽ കൂടെ യേശു ഈ അധികാരം നേടിയെടുത്തു എന്ന് നാം മനസ്സിലാക്കുന്നു. യേശു ക്രിസ്തുവിന് ഒരു ദർശനം ഉണ്ടായിരുന്നു. അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു: കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഈ വലിയ നിയോഗം, ഈ വലിയ ദർശനം എങ്ങനെ സാക്ഷാത്കരിക്കുവാൻ കഴിയും എന്നതിൻ്റെ ഒരു വലിയ ദർശനമാണ് നമുക്ക് നൽകുന്നത്. സകല അധികാരവും നൽകി അവൻ നമ്മളെ അയച്ചിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. നാം ഒറ്റയ്ക്കല്ല ഈ മഹത്തായ വേലയിൽ പങ്കെടുക്കുന്നത്. ദൈവം എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന് യേശു തന്റെ ശിഷ്യന്മാർക്കും നമുക്കും ഒരുപോലെ ഉറപ്പ് നൽകുന്നു. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. പവർ ഓഫ് ഗോഡ് വാസ് ഓൾവേസ് അണ്ടർസ്റ്റുഡ് വിത്ത് ദി അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ശക്തി എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെയാണ് മനസ്സിലാക്കപ്പെട്ടത്. Every successful person of the Bible, say it prophet, judge, priest or king in the Bible, was possessed with this power whenever they went for war or meet the people. ബൈബിളിൽ വിജയകരമായി പ്രവർത്തനങ്ങൾ നിർവഹിച്ച ഓരോ വ്യക്തിക്കും, അതൊരു പ്രവാചകനാവട്ടെ, ന്യായാധിപനാവട്ടെ, പുരോഹിതനാകട്ടെ, രാജാവാകട്ടെ, അവർ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുമ്പോഴോ യുദ്ധത്തിന് പോകുമ്പോഴോ ദൈവത്തിന്റെ ശക്തി, അധികാരം അവർക്ക് ലഭ്യമായിരുന്നു എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു. യാഹ്വേ വാസ് വിത്ത് ദം ത്രൂ ഹിസ് സ്പിരിറ്റ്. തന്റെ ആത്മാവിലൂടെ യഹോവ അവരോട് ഒപ്പമുണ്ടായിരുന്നു. ദി ആബ്സെൻസ് ഓഫ് പവർ വാസ് അണ്ടർസ്റ്റുഡ് ആസ് ദി ആബ്സെൻസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ശക്തിയുടെ അഭാവം ദൈവാത്മാവിന്റെ അഭാവമാണെന്ന് അവർ മനസ്സിലാക്കി. God never sent anybody without his spirit and authority for his mission and ministry. തന്റെ ദൗത്യത്തിനും ശുശ്രൂഷയ്ക്കുമായി തന്റെ ആത്മാവും അധികാരവുമില്ലാതെ ദൈവം ആരെയും അയച്ചിട്ടില്ല എന്ന് ഓർക്കുക. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തിയോടെയാണ് ദൈവം മോശയെ അയച്ചത്. ഫെലിസ്ത്യരെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയോടുകൂടെ ഗിദെയോനെ ദൈവം അയച്ചു. ദാവീദ് പറയുന്നു, പരിശുദ്ധാത്മാവിനെ തന്നിൽ നിന്ന് എടുത്തു കളയരുതെന്ന്. തന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി അനിവാര്യമാണെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. പുതിയ ശക്തിയോടെ യേശു ശിഷ്യന്മാരെ അയച്ചു. പാമ്പുകൾ, തേളുകൾ, മാരകമായ വിഷങ്ങൾ എന്നിവയ്ക്ക് മേൽ അവർക്ക് ഒരു പുതിയ ശക്തി നൽകിയിട്ടുണ്ടെന്ന് ഈ വലിയ നിയോഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും,
സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നു കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. God's authority was confirmed by their new performances in their ministry of preaching and establishing the church at various places. അവരുടെ പ്രവർത്തനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സഭയെ സ്ഥാപിച്ചതിലൂടെ അവർക്ക് ലഭ്യമായ ദൈവിക അധികാരം സ്ഥിരീകരിക്കപ്പെടുകയാണ്. The church is not a building, but people with new perspectives. സഭ എന്നത് ഒരു കെട്ടിടമല്ല, മറിച്ച് പുതിയ വീക്ഷണമുള്ള, പുതിയ ദർശനമുള്ള ആളുകളുടെ കൂട്ടമാണ്. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നുവെന്ന് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം സൂചിപ്പിക്കുന്നു. അവർ പോയിടത്തെല്ലാം ഓരോ സഭ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് അതിന്റെ സൂചന. രണ്ടാമതായി, ന്യൂ പെർസ്പെക്റ്റീവ്സ്, പുതിയ കാഴ്ചപ്പാടുകൾ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും അടച്ച മുറികളിലും വീടുകളിലും അവൻ പ്രത്യക്ഷപ്പെട്ടതും ശക്തി വീണ്ടെടുക്കാൻ ശിഷ്യന്മാരെ സഹായിച്ചുകൊണ്ടിരുന്നു. അവരുടെ കാഴ്ചപ്പാടിലും ജീവിതത്തിന്റെ നിലപാടുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി. സൃഷ്ടികളെയും രാഷ്ട്രങ്ങളെയും കുറിച്ച് ഒരു പുതിയ ധാരണയുമായി മുന്നോട്ട് പോകുവാൻ ഇത് അവരെ സഹായിച്ചു. അധികാരികളെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും ക്രൂശിക്കപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള ഭയം അവരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. അഥവാ മരണഭയം അവരിൽ നിന്ന് മാറ്റപ്പെട്ടു. ജയിലുകളിൽ പോലും അവർ നന്നായി ഉറങ്ങി എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു. ജയിൽ സെല്ലുകളിൽ അവർ ദൈവത്തെ ആരാധിച്ചു. അവർ ഭയപ്പെടാതെ ആ ജയിൽ സെല്ലുകൾക്കുള്ളിൽ ദൈവത്തെ പാടി സ്തുതിക്കുകയായിരുന്നു. സുവിശേഷം പങ്കിടാൻ അവർ ധൈര്യമുള്ളവരും ശക്തിയുള്ളവരുമായി തീർന്നു. ന്യൂ പെർസ്പെക്റ്റീവ് അബൌട്ട് ലൈഫ്, ജീവിതത്തെക്കുറിച്ച് ഒരു പുതിയ വീക്ഷണം. ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. Their new perspectives brought genuineness in presentation, realism in belief and faithfulness in deeds. അവർക്ക് ലഭിച്ച പുതിയ ദർശനം അവതരണത്തിൽ ആത്മാർത്ഥതയും വിശ്വാസത്തിൽ യാഥാർത്ഥ്യവും പ്രവൃത്തികളിൽ വിശ്വസ്തതയും ഉളവാക്കുന്നതായിരുന്നു. There was no place for hypocrisy and their lives were open books. കാപട്യത്തിന് അവരുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. അവരുടെ ജീവിതം തുറന്ന പുസ്തകങ്ങളായി രൂപാന്തരപ്പെട്ടു. They lived an authentic life. ആധികാരികമായ ഒരു ജീവിതമാണ് അവർ നയിച്ചത്. Their life was a replica of Jesus' life with complete transparency. പൂർണ്ണ സുതാര്യതയോടെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പ്രതിരൂപമായാണ് അവർ ജീവിച്ചത്. Jesus received everything from the Father and he took the message to the people. യേശു പിതാവിൽ നിന്ന് സകലവും സ്വീകരിച്ചു. ആ സന്ദേശം അവൻ ജനങ്ങളുമായി പങ്കുവച്ചു. They did not count living on earth as more worthy than preaching the gospel. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ യോഗ്യമാണെന്ന് അവർ ഒരിക്കലും കണക്കാക്കിയില്ല. The apostles, 7 deacons, disciples and everyone who believed in Jesus Christ as Lord and Savior became mission workers. അപ്പോസ്തലന്മാരും 7 ശുശ്രൂഷകന്മാരും മറ്റ് ശിഷ്യരും യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച എല്ലാവരും മിഷൻ പ്രവർത്തകരായി രൂപാന്തരപ്പെട്ടു. They became people who turned the world upside down. അവർ ലോകത്തെ തലകീഴായി മറിച്ചവരായി തീർന്നു എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു. The new perspective about work, ജോലിയെക്കുറിച്ച് അവർക്കൊരു പുതിയ വീക്ഷണം ലഭിച്ചു. The new job of the apostles was to make disciples. അപ്പോസ്തലന്മാരുടെ പുതിയ ജോലി ശിഷ്യരെ സൃഷ്ടിക്കുക എന്നതായി. That means making followers of Christ by learning, practicing and continuing in this new way with a lifetime commitment. പഠിപ്പിക്കുന്നതിലൂടെയും പരിശീലിപ്പിക്കുന്നതിലൂടെയും ഈ പുതിയ ജീവിത രീതിയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നതിലൂടെയും ക്രിസ്തുവിനോട് ജീവിതകാലം മുഴുവൻ പ്രതിബദ്ധതയുള്ള അനുയായികളുടെ ഒരു കൂട്ടത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ജീവിത ദൗത്യം. Go and make disciples is an imperative, a command, an order. പോയി ശിഷ്യന്മാരാക്കുക എന്നത് അനിവാര്യമായ ഒരു കൽപ്പനയായി, ഒരാജ്ഞയായി
ശിഷ്യന്മാർ സ്വീകരിച്ചു. An unknown missionary statement said, "A missionary is God's man in God's place, doing God's work in God's way for God's glory." ഒരു മിഷണറി ശ്രേഷ്ഠൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു മിഷണറി ദൈവത്തിന്റെ സ്ഥാനത്ത്, ദൈവത്തിന്റെ വേല, ദൈവത്തിന്റെ വഴിയിൽ ദൈവമഹത്വത്തിനായി ചെയ്യുന്ന ദൈവത്തിന്റെ മനുഷ്യനാണ് എന്ന്. പൗലോസ് എന്നറിയപ്പെടുന്ന ശൗൽ മഹത്തായ ആ നിയോഗത്തെ വളരെ ഗൗരവമായി എടുക്കുകയും ദൈവത്തിന്റെ ദർശനവും ദൗത്യവും അനുസരിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. Paul was a man of blind zeal before he met Jesus on the way to Damascus. ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് അദ്ദേഹം വലിയ തീക്ഷ്ണതയുള്ള ഒരു യഹൂദനായിരുന്നു. But his encounter with the power of God changed his determination and direction. എന്നാൽ ദൈവവുമായുള്ള തന്റെ അഭിമുഖീകരണം അവന്റെ ദൃഢനിശ്ചയവും ദിശയും ഒക്കെ മാറ്റിമറിച്ചു. Paul had a vision of Christ. ക്രിസ്തുവിനെ കുറിച്ച് ഒരു ദർശനം അവന് ലഭിച്ചു. He did not consult anyone when he heard the call. He went and shared the gospel. തനിക്ക് ദൈവവിളി ലഭിച്ചപ്പോൾ അവൻ പിന്നെ ആരോടും ആലോചിച്ചില്ല. അവൻ പോയി സുവിശേഷം പങ്കുവെച്ചു. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു എന്ന് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. Later he says in his life, in the light of the gospel, everything else is dust and dung. പിന്നീട് അദ്ദേഹം പറയുന്നു, തന്റെ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ബാക്കിയുള്ളതെല്ലാം ചപ്പും ചവറുമാണെന്ന് താൻ പരിഗണിക്കുന്നു എന്ന്. ആത്മീയ ജീവിതം ലഭിക്കുവാൻ ഭൗതികമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തുവാൻ താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. ഗമാലിയേലിന് കീഴിൽ പഠിച്ച ഒരു മികച്ച തത്വചിന്തകനായിരുന്നു പൗലോസ്. തന്റെ ജനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിവർത്തനത്തിനും അവരുടെ വിശ്വാസ ജീവിതം തുടരുന്നതിനും അവൻ രാവും പകലും കണ്ണീർ ഒഴുക്കി പ്രാർത്ഥിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു. പുതിയ കാഴ്ചപ്പാടുകളിലൂടെ സുവിശേഷം ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ നമുക്ക് ഒരവസരം ലഭിക്കുന്നു. ഈ അവസരം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി ഉപയോഗപ്പെടുത്താം. 3, ന്യൂ പ്രസന്റേഷൻസ്, പുതിയ അവതരണ രീതികൾ. കോഫ്മാൻ എന്ന ചിന്തകൻ അഭിപ്രായപ്പെടുന്നു, The surpassing magnificence of this grand conclusion to Matthew's Gospel, called as Great Commission by saints of all ages, constituted great unorganized soldiers marching from that day to all eternity. എല്ലാ കാലഘട്ടത്തിലുമുള്ള വിശുദ്ധന്മാർ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ അതിമനോഹരമായ പരിസമാപ്തി എന്ന് വിശേഷിപ്പിക്കുന്ന വലിയ നിയോഗത്തിന്റെ അനന്തരഫലം ആ ദിനം മുതൽ നിത്യത്തിലേക്ക് മുന്നേറുന്ന ഒരു വലിയ കൂട്ടം അസംഘടിത പടയാളികളുടെ മുന്നേറ്റമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. Millions of followers of Christ took this commission, lived the commission and died for the commission. ക്രിസ്തുവിന്റെ ദശലക്ഷക്കണക്കിന് അനുയായികൾ ഈ വലിയ നിയോഗം ഏറ്റെടുത്തു, ആ നിയോഗപ്രകാരം ജീവിച്ചു, ആ നിയോഗ നിർവഹണത്തിനിടയിൽ മരിക്കുവാൻ സന്നദ്ധരായി തീർന്നു. പ്രായോഗിക ജീവിതത്തിലൂടെയുള്ള അവതരണം. The last part of the Great Commission urges the disciples to demonstrate and exhibit the power of God through their changed lives. മാറിയ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിക്കാനും വലിയ നിയോഗത്തിന്റെ അവസാന ഭാഗം ഈ ശിഷ്യന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. They were charged with new power. അവർക്ക് പുതിയ ശക്തി ലഭിച്ചു. And they were stuffed with new perspectives. പുതിയ കാഴ്ചപ്പാടുകൾ അവർക്ക് ലഭ്യമായി തീർന്നു. പുതിയ ദർശനങ്ങൾ അവർക്ക് ലഭിച്ചു.
And now they were given new prospects and projects to change the world. ലോകത്തെ ഇപ്പോൾ മാറ്റിമറിക്കുന്നതിനുള്ള പുതിയ സാധ്യതകളും പദ്ധതികളും ദൈവം അവർക്ക് നൽകി. They became a witnessing community. സാക്ഷീകരിക്കുന്ന ഒരു സമൂഹമായി അവർ മാറി. Wherever they were scattered, they became a living temple and with their new lifestyle. അവർ ഇപ്പോൾ ചിതറിപ്പോയി പാർക്കുന്നിടത്തെല്ലാം ജീവനുള്ള ഓരോ ദേവാലയങ്ങളായി അവർ രൂപാന്തരപ്പെട്ടു. They were commissioned to present Christ and His love in action. ക്രിസ്തുവിനെയും അവന്റെ സ്നേഹത്തെയും തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടെ അവതരിപ്പിക്കുവാൻ പരിചയപ്പെടുത്തുവാൻ അവർ ഇപ്പോൾ നിയോഗിതരായി തീർന്നിരിക്കുന്നു. We are called for 24/7 of gospel in office, house, neighborhood, in all contexts and conditions. ഓഫീസ്, വീട്, അയൽപക്കം തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അവസ്ഥകളിലും സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിനായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. Disciples were no more mere simple people but became powerful with the power of the Holy Spirit. ഈ ശിഷ്യന്മാർ വെറും സാധാരണക്കാരായ ആളുകളായിരുന്നില്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവർ ശക്തരായി തീർന്നു. Their new perspectives became their asset. അവരുടെ പുതിയ ദർശനങ്ങൾ അവരുടെ സ്വത്തായി മാറി. Their spiritual gifts were instrumental for God to reach the Greco-Roman world. ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആധ്യാത്മിക ദാനങ്ങൾ ഗ്രീക്കോ റോമൻ ലോകത്ത് സുവിശേഷം പ്രചരിപ്പിക്കുവാൻ സഹായകരമായി മാറി. Their new job was not only to make disciples but also to teach them to observe in their lives whatever Christ taught and did. അവരുടെ പുതിയ ജോലി ശിഷ്യന്മാരെ സൃഷ്ടിക്കുക മാത്രമല്ല, ക്രിസ്തു പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതെല്ലാം അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ അതവരെ പഠിപ്പിക്കുക എന്നതായിരുന്നു. The new presentations are not only the outward signs as mentioned in Mark 16:15-20, but also by their inward life of personal life. ഈ പുതിയ അവതരണങ്ങൾ ബാഹ്യ അടയാളങ്ങൾ മാത്രമല്ല, അവരുടെ ആന്തരിക ജീവിതമോ വ്യക്തിഗത ജീവിതമോ ആയിരുന്നു. ഒരു സ്പാനിഷ് പ്രോവർബ് പ്രകാരമാണ്, open your mouth only if what you are going to say is more beautiful than the silence. നിങ്ങൾ പറയാൻ പോകുന്നത് നിശബ്ദതയേക്കാൾ മനോഹരമാണെങ്കിൽ മാത്രം നിങ്ങളുടെ വായ് തുറക്കുക. ജോൺ ഡബ്ല്യു ക്വിൻ എന്ന ചിന്തകൻ പറയുന്നു, The gospel is presented beautifully, convincingly, eloquently and powerfully through words, but failed by the lives of the presenter. The profession is found, but practicality is missing. സുവിശേഷം മനോഹരമായും ബോധ്യത്തോടെയും വാചാലമായും ശക്തമായും വാക്കുകളിലൂടെ അവതരിപ്പിക്കപ്പെടുകയും എന്നാൽ അവതാരകന്റെ ജീവിതത്തിൽ അത് പരാജയപ്പെടുകയും ചെയ്താൽ അവൻ അവന്റെ തൊഴിലിൽ വിജയിച്ചു എന്ന് പറയാം, പക്ഷേ പ്രായോഗികതയിൽ അവൻ പരാജയപ്പെട്ടു പോയി. We are called to teach this in our Sunday services, our prayer groups, cottage prayer meetings and in all our fellowship groups. നമ്മുടെ ഞായറാഴ്ച ശുശ്രൂഷകളിലും നമ്മുടെ കൂട്ടായ്മ യോഗങ്ങളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും എല്ലാ ആത്മീയ കൂടിവരവുകളിലും ഇത് നാം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ജെയിംസ് ഹേസ്റ്റിങ്സ് എന്ന എഴുത്തുകാരൻ പറയുന്നു, A creed that is not wrought out in actions is empty. Conduct that is not informed, penetrated, regulated by creed is unworthy of a man. പ്രവൃത്തിയിൽ പ്രകടമാകാത്ത പ്രമാണം ശൂന്യമാണ്. അറിവില്ലാത്ത, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത, പ്രമാണങ്ങളാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന പെരുമാറ്റം ഒരു മനുഷ്യന് യോഗ്യമല്ല. പ്രവാചകനായിരുന്ന യെശയ്യാവ് ഉസിയ രാജാവിന്റെ ഒരു സുഹൃത്തായിരുന്നു. ആ പ്രത്യേക പദവിയിൽ അദ്ദേഹം കഴിയുമ്പോൾ അദ്ദേഹം ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഒരു പ്രൊഫഷണൽ പ്രവാചകനായി അദ്ദേഹം പെരുമാറിയിരുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ജീവനുള്ള ദൈവമായിട്ടുള്ള തന്റെ പ്രത്യേക അഭിമുഖീകരണത്തെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഈ അഭിമുഖീകരണം അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങളെ ആകപ്പാടെ മാറ്റിമറിച്ചു. തനിക്ക് അശുദ്ധമായ അധരങ്ങളും അശുദ്ധമായ സംഭാഷണങ്ങളും അശുദ്ധമായ സഖ്യങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം ഇപ്പോൾ
തിരിച്ചറിഞ്ഞു. ദൈവം അദ്ദേഹത്തെ ശുദ്ധീകരിക്കുകയാണ്. ദൈവം അവനെ കണ്ടുമുട്ടുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവന് പുതിയ ശക്തി ലഭിക്കുന്നു. ഹിസ് പ്രസന്റേഷൻ ബിഗാൻ വിത്ത് ഹിസ് പേഴ്സണൽ കൺവിക്ഷൻ ആൻഡ് കൺവേർഷൻ. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ വ്യക്തിപരമായ ബോധ്യത്തോടെയും ഈ പരിവർത്തനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലുമാണ് അദ്ദേഹം തന്റെ ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് വ്യക്തമാക്കുന്നു. മെത്തഡിസ്റ്റ് സഭയുടെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ W. മിഷൽ എന്ന എഴുത്തുകാരൻ പറയുന്നു, Whitefield and John Wesley were going like twin seraphim, burning everywhere with the divine flame and carrying everywhere the divine life. വൈറ്റ്ഫീൽഡും ജോൺ വെസ്ലിയും ഇരട്ട മാലാഖമാരെ പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ പോയിടങ്ങളിലെല്ലാം ദിവ്യജ്വാല കൊണ്ട് അഗ്നി കത്തിക്കുകയും ദിവ്യ ജീവിതം നയിക്കുകയും ചെയ്തവരായിരുന്നു. അനുസരണത്തിലൂടെയുള്ള അവതരണം. The presentation through obedience. The clarion call is obedience to the love of God. നമ്മുടെ വിളി ദൈവസ്നേഹത്തോടുള്ള അനുസരണത്തിനുള്ള ഒരു വിളിയാണ്. Obedience is not taught but performed or shown in life. അനുസരണം പഠിപ്പിച്ചെടുക്കുന്നതല്ല, അത് നിർവഹിക്കുകയോ ജീവിതത്തിൽ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടതാണ്. യേശു തന്റെ വ്യക്തി ജീവിതത്തിലൂടെ അനുസരണം നമ്മെ പഠിപ്പിച്ചു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നുവെന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നുവെന്ന് എബ്രായർ 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും നാം വായിക്കുന്നു. ഈ 2 ലേഖന കർത്താക്കളും അനുസരണം എന്ന വാക്ക് പ്രവർത്തനത്തിൽ കൂടെയുള്ള അനുസരണം എന്ന് വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ജോൺ W. ക്വിൻ എന്ന എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, Many times men have not been as faithful in maintaining the integrity of the gospel with which we have been entrusted. A faithful preacher does always obey the Lord in everything. നമ്മെ ഫലമേൽപ്പിച്ച സുവിശേഷത്തിന്റെ സമഗ്രത കാത്തു സൂക്ഷിക്കുന്നതിൽ മനുഷ്യർ പലപ്പോഴും അവിശ്വസ്തരായിരുന്നു. വിശ്വസ്തനായ ഒരു പ്രസംഗകൻ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കർത്താവിനെ അനുസരിക്കുന്നവനായിരിക്കണം. പ്രസന്റേഷൻ ത്രൂ അക്കൗണ്ടബിലിറ്റി. ഉത്തരവാദിത്തത്തിലൂടെയുള്ള അവതരണം. ബോബി ഹാരിങ്ടൺ ആൻഡ് ബിൽ ഹൾ ഇങ്ങനെ പറയുന്നു, The great omission in the great commission is the absence of accountability. When we work accountability into our lives, we begin to cultivate order and effectiveness. വലിയ നിയോഗത്തിലെ ഏറ്റവും വലിയ പോരായ്മ അല്ലെങ്കിൽ ഒഴിവാക്കൽ ഉത്തരവാദിത്വത്തിന്റെ അഭാവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വ ബോധം പ്രവർത്തിക്കുമ്പോൾ നാം ക്രമവും ഫലപ്രാപ്തിയും വളർത്തിയെടുക്കുവാൻ തുടങ്ങും. ഉത്തരവാദിത്വം ഒരു പാലം പോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പാലം ഇരു കരകളെയും ബന്ധിപ്പിക്കുന്നതും ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കുവാൻ സഹായിക്കുന്നതുമാണ്. അതുപോലെ ഉത്തരവാദിത്വം പരിശീലകനെയും പരിശീലിക്കുന്നവനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതും ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി തീർക്കുന്നതുമാണ്. വിശുദ്ധന്മാർക്ക് ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരിക്കണം. ഓരോ വിശ്വാസിയും രക്ഷകനോടുള്ള അനുസരണത്തിലേക്ക് വരുവാൻ ദൈവഭക്തരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. പൂർണ്ണ സുവിശേഷം യേശുക്രിസ്തു അപ്പോസ്തലന്മാരെയും ശിഷ്യന്മാരെയും ഭരമേൽപ്പിച്ചു. എന്നാൽ അത് ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ, അമേരിക്കൻ രാജ്യങ്ങളിൽ എത്തിയപ്പോൾ, വിവിധ രാജ്യങ്ങൾ കടന്ന് ഭൂമിയുടെ അങ്ങേയറ്റത്തെത്തിയപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടു. സാംസ്കാരികവും ധാർമ്മികവുമായിരിക്കുന്ന മാറ്റങ്ങൾ, തദ്ദേശവൽക്കരണം തുടങ്ങിയവ സുവിശേഷത്തെ നേർപ്പിക്കുകയും അതിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അവതാരകർ സുവിശേഷത്തിന്റെ താല്പര്യത്തെക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങൾ സുവിശേഷവുമായി കൂട്ടിക്കലർത്തുവാൻ ഇഷ്ടപ്പെട്ടു. കലർപ്പില്ലാത്ത നിർമ്മല സുവിശേഷം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഇന്ന് ദൈവം നമ്മെ വിളിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഡേവിഡ് കുസിക് ഇപ്രകാരം പറയുന്നു, The promise of God to be with us always means the whole of the day. എല്ലായ്പ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ അർത്ഥം ദിവസം മുഴുവൻ എന്നാണ്. ഇത് ചിന്തിക്കുവാൻ വളരെ അത്ഭുതകരമായ, രസകരമായിരിക്കുന്ന ഒരു പദമാണ്.
ഐ വിൽ ബി വിത്ത് യു ഓൾ ദ ഡേയ്സ് ഓഫ് യുവർ ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പരിഭാഷപ്പെടുത്തുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും അവൻ നമ്മോടൊപ്പം ഉണ്ടാകും എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഗോഡ്സ് അവൈലബിലിറ്റി ഈസ് അവർ അവൈലബിലിറ്റി. ദൈവത്തിന്റെ ലഭ്യതയാണ് നമ്മുടെയും ലഭ്യത. ദൈവ സാന്നിധ്യം അനുഭവിച്ച മാതൃകാപരമായ നിരവധി ജീവിതങ്ങളിൽ ബൈബിളിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം യാക്കോബ് അനുഭവിച്ചു. അതിശയിപ്പിക്കുന്ന ദൈവ സാന്നിധ്യത്തെപ്പറ്റി ജോസഫിന്റെ കഥ വിശദീകരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം തനിക്ക് മുമ്പിൽ പോകണമെന്ന് മോശ അപേക്ഷിക്കുന്നതായി ബൈബിൾ രേഖപ്പെടുത്തുന്നു. യോശുവയെ വിളിച്ച് ദൈവം അവനോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകി മോശെ അവനെ ദൗത്യത്തിനു വേണ്ടി അയക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. മിദ്യാന്യരെ പരാജയപ്പെടുത്തുവാൻ ദൈവം തന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ള വാഗ്ദാനം നൽകി ഗിദെയോനെ അയക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് തന്റെ എല്ലാ പരിശ്രമങ്ങളിലും വിജയിച്ചു എന്ന് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിനാൽ ശിഷ്യന്മാർ തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ വിജയിച്ചു എന്ന് ബൈബിൾ നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ പുതിയ ശക്തിക്കായി നമുക്ക് കാത്തിരിക്കാം. ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും അതിന്റെ യോഗ്യതയും നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതത്തിലൂടെ സുവിശേഷം എല്ലാവർക്കുമായി നമുക്ക് പങ്കുവയ്ക്കുക. 3 ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഒരു വലിയ നിയോഗം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആ നിയോഗം നിർവഹിക്കുവാൻ ദൈവം നമുക്ക് 3 പ്രത്യേകത നൽകിയിട്ടുണ്ട്. 1, പുതിയ ശക്തിയോടുകൂടി അവൻ നമ്മെ അയക്കുന്നു. 2, പുതിയ കാഴ്ചപ്പാടുകൾ അവൻ നമുക്ക് നൽകിയിരിക്കുന്നു, പുതിയ ദർശനങ്ങൾ നൽകിയിരിക്കുന്നു. 3, പുതിയ രീതിയിൽ അവതരിപ്പിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. വ്യക്തിപരമായ ജീവിത അനുഭവങ്ങൾ കൂടെ, ജീവിതത്തിൽ കൂടെ സുവിശേഷം ലോകത്തിന് മുമ്പ് അവതരിപ്പിക്കുവാൻ അവൻ നമ്മെ വിളിക്കുന്നു. ഈ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ ശുശ്രൂഷയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നൽകുന്ന വലിയ നിയോഗത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ നിയോഗ നിർവഹണത്തിന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പുതിയ ശക്തിക്കായി, പുതിയ ദർശനങ്ങൾക്കായി, പുതിയ അവതരണ സാധ്യതകൾക്കായി, രീതികൾക്കായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ, സാക്ഷ്യത്തിൽ കൂടെ ആ വലിയ ദൗത്യം സ്വീകരിപ്പാൻ, അത് പ്രാവർത്തികമാക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരോടും കർത്താവിന്റെ വലിയ നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടുകൂടെ ഇടപെടുവാൻ, അവരെ കർത്താവിന്റെ ശിക്ഷയാക്കി തീർക്കുന്ന വലിയ ശുശ്രൂഷ നിർവഹിപ്പാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.